Radio Lime News Update. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ഇംഗ്ലണ്ടിലെ ബിരുദാനന്തര അപ്രന്റീസ്ഷിപ്പുകൾക്കുള്ള ധനസഹായം നിർത്തലാക്കുവാനുള്ള പദ്ധതികൾ സർക്കാർ സ്ഥിരീകരിച്ചു. ഇതോടെ 21 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം പരിമിതപ്പെടുത്തും. അതായത് ബിരുദാനന്തര ബിരുദത്തിന് തുല്യമായ അപ്രന്റീസ്ഷിപ്പുകൾക്ക് ഇനി തൊഴിലുടമകൾ പൂർണ്ണ ധനസഹായം നൽകേണ്ടതായി വരും. 21 വയസ്സിന് താഴെയുള്ളവർക്ക് കൂടുതൽ പരിശീലന അവസരങ്ങൾ നൽകുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ നടപടി നിരവധി വിമർശനങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. നേരത്തെ ഇത്തരത്തിലുള്ള നടപടി വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് കൺസർവേറ്റീവ് പാർട്ടി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. NHS പോലുള്ള മേഖലകളിലെ നൂതന പരിശീലനത്തെ ദുർബലപ്പെടുത്തും എന്നും അവർ പറഞ്ഞിരുന്നു. ഇംഗ്ലണ്ടിൽ 16 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്ക് അപ്രന്റീസ്ഷിപ്പുകൾ ലഭ്യമാണ്. ജോലിയിലെ പ്രായോഗിക പരിശീലനവും പഠനവും ഇതിൽ ഉൾപ്പെടുന്നു. ലെവൽ അനുസരിച്ച് ഇവ പൂർത്തിയാക്കുവാൻ 1 മുതൽ 5 വർഷം വരെ എടുക്കുന്നതാണ്. ദിവസവും കുളിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ കാര്യം അറിയാതെ പോകരുത്. ഷവറിലൂടെ വെള്ളം മിനിറ്റുകളോളം കളയുന്ന സ്വഭാവം ബ്രിട്ടീഷുകാർക്ക് കൂടുതലാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത്. ബ്രിട്ടീഷുകാർ ഒരു വർഷം ഇങ്ങനെ 915 മില്യൺ പൗണ്ട് വരെ പാഴാക്കി കളയുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. മുതിർന്നവരിൽ നടത്തിയ ഒരു സർവേയിലാണ് നിസ്സാരമെന്ന് തോന്നുമെങ്കിലും സ്ഥിരമാകുമ്പോൾ പോക്കറ്റ് കാലിയാക്കുന്ന കുളിശീലങ്ങളുടെ പിന്നാമ്പുറ കഥകൾ പുറത്തുവരുന്നത്. 2000 മുതിർന്നവരിൽ നടത്തിയ വിവരശേഖരണത്തിൽ 11 മിനിറ്റ് കൂടുതലാണ് പലരും ഷവറിനടിയിൽ സമയം ചെലവഴിക്കുന്നത്. 11 മിനിറ്റ് ദൈർഘ്യമുള്ള മിക്സർ ഷവർ പ്രവർത്തിപ്പിക്കുന്നത് ഏകദേശം 132 ലിറ്റർ വെള്ളം ഉപയോഗിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇത് സാധാരണയായി ചൂടാക്കുവാൻ 5.8 കിലോവാട്ട് ഊർജ്ജം ആവശ്യമാണ്. ഇതേസമയം ഒരു ഇലക്ട്രിക് ഷവർ പ്രവർത്തിപ്പിക്കുമ്പോൾ ഏകദേശം 54 ലിറ്റർ വെള്ളം ഉപയോഗിക്കുവാൻ 1.9 കിലോ ഹെർട്സ് ഊർജ്ജം ആവശ്യമാണ്. വെയ്ക്ക്ഫീൽഡിലെ പിൻഡർ ഫീൽഡ് ഹോസ്പിറ്റലിൽ ഒരു അപൂർവ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചത് ലോകത്തിലെ തന്നെ അപൂർവതകൾ നിറഞ്ഞ ഒരു വിവാഹമായിരുന്നു. ഒരുപക്ഷെ ഈ കമിതാക്കളുടെ പ്രണയബന്ധത്തിന്റെ സൗന്ദര്യം വരും കാലങ്ങളിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചേക്കാം. ഫോണ്ടാനയും ജോവാൻ സ്ട്രിംഗ് ഫെല്ലുമാണ് ഈ അപൂർവ പ്രണയകഥയിലെ നായികാനായകന്മാർ. ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അപൂർവ ഓട്ടോ ഇമ്മ്യൂൺ രോഗാവസ്ഥയിലായിരുന്നു ഫോണ്ടാന ആശുപത്രിയിൽ കഴിഞ്ഞത്. ഓക്സിജൻ മെഷീൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഫോണ്ടാനയുടെ അവസ്ഥ ഗുരുതരമായപ്പോൾ ഇതിൽ കൂടുതൽ ഒന്നും വൈദ്യശാസ്ത്രത്തിൽ ചെയ്യാനില്ലെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. തങ്ങൾക്ക് ഈ വിവരം ഒരു ഞെട്ടലായിരുന്നുവെന്നും വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് തങ്ങൾ പെട്ടെന്ന് ചിന്തിച്ചതായും 54 വയസ്സുള്ള ജോവാൻ സ്ട്രിംഗ് ഫെല്ലോ പറഞ്ഞു. പിന്നീട് നടന്നത് ഒരു സ്വപ്ന തുല്യമായിരുന്നു. ആശുപത്രി ജീവനക്കാർ എല്ലാ സഹായവും ഇതിന് ചെയ്തിരുന്നു. ഏപ്രിൽ 29 ദമ്പതികളുടെ വിവാഹം. ഇനി നാട്ടിലെ വാർത്തകൾ. പാകിസ്ഥാൻ നടത്തുന്ന ഭീകരപ്രവർത്തനം ഒരു നെരിൽ യുദ്ധമല്ല, മറിച്ച് ബോധപൂർവമായ യുദ്ധതന്ത്രമാണെന്നും ഇന്ത്യ അതിനനുസരിച്ച് പ്രതികരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്ത് സർക്കാരിന്റെ പരിപാടിയിൽ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് ഔദ്യോഗിക ബഹുമതികൾ നൽകി സംസ്കരിച്ചവരുടെ നടപടിയെ ഒരു നെരിൽ യുദ്ധമെന്ന് വിളിക്കുവാൻ കഴിയില്ല. പാകിസ്ഥാൻ പതാക അവരുടെ ശവപ്പെട്ടിയിൽ പുതപ്പിക്കുകയും സൈന്യം അവരെ സല്യൂട്ട് ചെയ്യുകയും ചെയ്തു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ളത് ബോധപൂർവമായ യുദ്ധതന്ത്രമാണെന്ന് ഇത് തെളിയിക്കുന്നു. അവർ യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അതനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ പ്രതികരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്യുമ്പോഴെല്ലാം ഇന്ത്യൻ സൈന്യം അവരെ പരാജയപ്പെടുത്തിയത് അവർ ഒരിക്കലും മറക്കാത്ത രീതിയിലാണ്. ഇന്ത്യക്കെതിരെ നേരിട്ടുള്ള യുദ്ധത്തിൽ ഒരിക്കലും വിജയിക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അവർ നെരിൽ യുദ്ധത്തിലേക്ക് തിരിഞ്ഞു. തീവ്രവാദികൾക്ക് സൈനിക പരിശീലനവും പിന്തുണയും നൽകി. ഒരു ചെറിയ മുള്ളു പോലും നിരന്തരമായ വേദനയ്ക്ക് കാരണമാകും. മുള്ളു നീക്കം ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിച്ചുവെന്നും മോദി പറഞ്ഞു. പഞ്ചാബിലെ അമൃത്സറിലുണ്ടായ സ്ഫോടനത്തിൽ ഭീകരസംഘത്തിൽ ഉൾപ്പെട്ടയാളെന്ന് സംശയിക്കുന്നയാൾ കൊല്ലപ്പെട്ടു. പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന നൌഷോര ഗ്രാമത്തിലെ മദിജ റോഡ് ബൈപ്പാസ് മേഖലയിൽ ചൊവ്വാഴ്ച രാവിലെ 9:30 സംഭവം. സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യുന്നതിനിടെയാണ് അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊല്ലപ്പെട്ടയാളുടെ കൈകൾ സ്ഫോടനത്തിൽ തകർന്നുവെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖാലിസ്ഥാനി ഭീകര സംഘടനയായ ബബർ ഖൽസ ഇന്റർനാഷണലിന്റെ ഭീകരനാണ് കൊല്ലപ്പെട്ടതെന്നാണ് സൂചന. മാനേജരെ മർദ്ദിച്ച കേസിൽ പോലീസ് കേസെടുത്തതിനു പിന്നാലെ നടൻ ഉണ്ണി മുകുന്ദൻ മുൻകൂർ ജാമ്യം തേടി കോടതിയിലേക്ക്. എറണാകുളം ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയത്. തനിക്കെതിരെയുള്ള ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് വ്യാജ പരാതി നൽകിയതെന്ന് ഉണ്ണി മുകുന്ദൻ ഹർജിയിൽ പറഞ്ഞു. ആരോപണങ്ങൾ തന്നെ ഞെട്ടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തുവെന്നും വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്നതിനും നിയമവിരുദ്ധമായ നേട്ടങ്ങൾക്കുമായാണ് വിപിൻ പരാതി നൽകിയിരിക്കുന്നതെന്നും ഉണ്ണി ഹർജിയിൽ പറയുന്നു. പരാതിക്കാരൻ മുൻപ് തന്റെ പേര് ദുരുപയോഗം ചെയ്തത് അപകീർത്തികരവും വ്യാജവുമായ പ്രസ്താവനകൾ പ്രചരിപ്പിച്ചെന്നും ചില പ്രമുഖർക്കെതിരെയും നടിമാർക്കെതിരെയും ഇയാൾ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും അതിനെ തുടർന്ന് പിരിച്ചുവിട്ടതിന്റെ പ്രതികാരമായിട്ടാണ് നിലവിലെ പരാതിയെന്നും ഉണ്ണി പറയുന്നു. ഇനി കായിക വാർത്തകൾ. ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന മുംബൈ ഇന്ത്യൻസ് താരമെന്ന നേട്ടത്തിൽ സച്ചിൻ തെണ്ടുൽക്കറെ മറികടന്ന് സൂര്യകുമാർ യാദവ്. 2010 സീസണിൽ സച്ചിൻ നേടിയ 618 റൺസ് എന്ന റെക്കോർഡാണ് 15 വർഷത്തിനു ശേഷം സൂര്യ തിരുത്തി എഴുതിയത്. ഈ സീസണിൽ 14 മത്സരങ്ങളിൽ നിന്ന് 640 റൺസാണ് സൂര്യയുടെ നേട്ടം. പഞ്ചാബ് കിങ്സിനെതിരെ അവസാന ലീഗ് മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയതോടെയാണ് സൂര്യകുമാർ സച്ചിന്റെ റെക്കോർഡ് പിന്തള്ളിയത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 115.75 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.